ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് അടക്കാം. ഇന്ന് നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 23,114 ക്ലോസ് ചെയ്തപ്പോൾ 112 പോയിന്റ്സിന് ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 23 പോയിന്റ്സിന്റെ കുറവ് കണ്ടു. 53,427 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 363 പോയിന്റ്സ് ഉയർന്ന് 54,855 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 14 പോയിന്റ്സിന്റെ കുറവ് ഗെയിനാണ് ഉണ്ടത്. 15,718 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 22.81 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 74,532 ക്ലോസ് ചെയ്തപ്പോൾ 325 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI എന്ന 5,706 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII പതിവ് പോലെ സെല്ലിങ്ങിലായിരുന്നു. 5,518 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് FIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി IT, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് അബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 24,715 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 206 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 268 പോയിന്റ്സ് വരുന്നു. 35,908 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 170 പോയിന്റ്സിന്റെ കുറവുണ്ടായി. 24,781 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 145 പോയിന്റ്സ് വരുന്നു. 47,007 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 266 പോയിന്റ്സിന്റെ ഉയർച്ച ഉണ്ടായി. 14,383 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 83 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി. 8,800 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 620 പോയിന്റ്സ് വന്ന് 29,199 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 6 പോയിന്റ്സിന്റെ കുറവുണ്ടായി. 1305 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 163 പോയിന്റ്സ് ഉയർന്ന് 11,412 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 60 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി. 11,034 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 439 പോയിന്റ്സ് വന്ന് 22,540 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 174 പോയിന്റ്സിന്റെ ഉയർച്ച ഉണ്ടായി. 8,584 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 6 പോയിന്റ്സിന്റെ കുറവുണ്ടായി. 696 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,408 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,581 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,777 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ നല്ലൊരു ഇടിവ് കണ്ടു. 772 പോയിന്റ്സിന്റെ ഇടിവുണ്ടായി. 23,002 ക്ലോസ് ചെയ്തു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 100 പോയിന്റ്സിന്റെ ഗെയിൻ വന്ന് 23,114 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ആകെ 36 പോയിന്റ്സിന്റെ കുറവാണ് ഈ ആഴ്ച ആകെ ഉണ്ടായത്. 0.16% ഫോളാണ് നിഫ്റ്റി ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,114 നിൽക്കുമ്പോൾ 11.54% ലോസ് ആണ് ഈ വർഷത്തെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 മാർച്ച് 31 23,519 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,114 നിൽക്കുമ്പോൾ 1.72% ലോസ് ആണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,721 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,258 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ JSW സ്റ്റീൽ 3.42% റാലി നടത്തി. ടെക് മഹീന്ദ്ര 3.30% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 3.29% റാലി നടത്തി. കോൾ ഇന്ത്യ 3.07%, ഇൻഫോസിസ് 2.28%, ട്രെൻഡ് 2.23%, റിലയൻസ് 2.14%, ബജാജ് ഓട്ടോ 2.06%, ഡോക്ടർ റെഡ്ഡി 1.91% ആൻഡ് സൺ ഫാർമ 1.87% റാലി നടത്തി. ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ ഇന്ന് 2.54% ഫോളോ കണ്ടു. HDFC ബാങ്ക് 2.22% ഫോളോ നടത്തി. HDFC ലൈഫ് 1.55%, ONGC 1.37%, ശ്രീറാം ഫിനാൻസ് 1.18%, ഭാരത് ഇലക്ട്രിക് 1.09%, അദാനി എന്റർപ്രൈസ് 0.50%, കോട്ടക് മഹീന്ദ്ര 0.38%, ICICI ബാങ്ക് 0.38% ആൻഡ് SBI ലൈഫ് 0.33% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതിൽ ബൈ ഓഫ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഈ ആഴ്ചത്തെ വീക്ക്ലി സമ്മറിയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ആകെ എല്ലാ ദിവസവും DII ബൈയിങ്ങിലായിരുന്നു. 30,641 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു DIയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച ഉണ്ടായത്. FIയുടെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. 29,897 കോടി
നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII ഈ ആഴ്ച. ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ് മാത്രമേ പോസിറ്റീവ് ക്ലോസ് ചെയ്യുള്ളൂ. ഇത് വീക്ക്ലി സമ്മറിയാണ്, അതായത് ഈ ആഴ്ചത്തെ ടോട്ടലാണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച ടോട്ടൽ 330 പോയിന്റ്സിന്റെ ഇടിവുണ്ടായി, 0.62% ഫോൾ നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 94 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി, 0.17% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 176 പോയിന്റ്സിന്റെ കുറവുണ്ടായി, 1.11% ഫോൾ കണ്ടു. സെൻസെക്സ് ഇന്ന് 30 പോയിന്റ്സിന്റെ കുറവാണ് കണ്ടത്, ഈ ആഴ്ച 0.04% ഫോൾ നടത്തി. ഈ ആഴ്ച സെക്ടർ വൈസ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടേഴ്സും സ്ക്രീനിൽ കാണിക്കുന്ന റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇത് വീക്ക്ലി സമ്മറിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റി ഓട്ടോയിൽ 120 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി, 2.15% റാലി നടത്തി. നിഫ്റ്റി എനർജി 163 പോയിന്റ്സിന്റെ കുറവ് വന്നു, 0.45% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 357 പോയിന്റ്സ് കുറഞ്ഞ് 1.42% ഫോൾ നടത്തി. നിഫ്റ്റി FMCG 916 പോയിന്റ്സ് കുറഞ്ഞ് 1.91% ഫോൾ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 219 പോയിന്റ്സ് കുറഞ്ഞ് 1.50% ഫോൾ നടത്തി. നിഫ്റ്റി ഇൻഫ്ര 31 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി, 0.36% റാലി നടത്തി. നിഫ്റ്റി IT 128 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി, 0.44% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 4 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി, 0.31% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 120 പോയിന്റ്സ് ഉയർന്ന് 1.06% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 251 പോയിന്റ്സിന്റെ കുറവുണ്ടായി, 2.23% ഫോളാണ് നടത്തിയത്. നിഫ്റ്റി ഫാർമ 291 പോയിന്റ്സ് കുറഞ്ഞ് 1.28% ഫോൾ നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 68 പോയിന്റ്സിന്റെ ഗെയിൻ ഉണ്ടായി, 0.80% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 13 പോയിന്റ്സിന്റെ കുറവാണ് കാണാൻ സാധിച്ചത്, 1.89% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് സെക്ടർ വൈസ് ഉള്ള വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.